നമസ്കാരം, വെൽക്കം ബാക്ക് ടു amrit. അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി തോരനായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കാണുന്ന മീനിൻ്റെ മുട്ട അല്ലെങ്കിൽ പനിഞ്ഞിലില്ലേ, അത് വെച്ചിട്ടുള്ളൊരു അടിപൊളി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു പാന് ചൂടാവാനായിട്ട് വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഒരു 2 മീഡിയം സൈസ് സവാളയാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്, ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തോരന് ആവശ്യമായിട്ടുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 3-4 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ എരിവിന് വേറെ പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഈ സമയം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതാ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടിക്കോളും. നമ്മളെ പനിഞ്ഞിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചുള്ള സവാളയൊക്കെ എടുക്കുക കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഒരു 3-4 അള്ളി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി നമ്മൾ ഈ ഒരു സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചക്കുത്ത് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം കളറ് മാറൊന്നും വേണ്ട, ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മഞ്ഞൾപ്പൊടിൻ്റെയും കൂടി പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുകയാണ്. തോരനാണ്, അപ്പോൾ തേങ്ങ മസ്റ്റാണ്. അപ്പോൾ അതാ ഒരു 1/2 കപ്പ് to 1/4 കപ്പോളം തേങ്ങ ചെറിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ അത്യാവശ്യം തേങ്ങ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റുമാണ്, പിന്നെ ക്വാണ്ടിറ്റിയും കൂടുമല്ലോ. അപ്പോൾ ഈ ഒരു തേങ്ങയും ഉള്ളിയും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പനിഞ്ഞിൽ ചേർത്ത് കൊടുക്കാം, മീൻ മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മസാല അതിൻ്റെ മുകളിലൂടെ ഒന്ന് പൊതിഞ്ഞ് വയ്ക്കുക കേട്ടോ. ഈ സമയം നമ്മളിത് പൊട്ടിക്കാൻ പാടില്ല, വെന്തതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് പൊട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു പനിഞ്ഞിലൊക്കെ ഒന്ന് വേവാൻ ആവശ്യമായിട്ടുള്ളൊരു വെള്ളം ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം നമ്മൾ ഈ സമയം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ പനിഞ്ഞിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായി ഒന്ന് കട്ടാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കൊടുക്കുക, എന്നാലല്ലേ നമ്മുടെ ഈ ഒരു മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുകയുള്ളൂ. നമ്മൾ മുട്ട ചിക്കി എടുക്കുന്ന പോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. ഇതിൻ്റെ കട്ട പോലത്തെ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് ഉടച്ചിട്ട് ഈ ഒരു തേങ്ങയും സവാളയും എല്ലാത്തിൻ്റെയും മിക്സിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാ പീസസും ഉടച്ചിട്ട് നല്ല എല്ലാ മസാലയും എല്ലാ ഒരു മുട്ടേൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈ ഒരു വലിയ മീൻ മുട്ടയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ തോരനാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മളിതാ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളൊരു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ മീൻമുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും മീൻമുട്ട ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇന്ന് ഈ ഒരു റെസിപ്പി കാണിച്ചു തന്നിട്ടുള്ളത് സച്ചു ചേച്ചിയാണ് കേട്ടോ. സച്ചു ചേച്ചിൻ്റെ റെസിപ്പിയാണ്. അങ്ങനെ നമ്മളിത് ജിദ്ദയിൽ പോയപ്പം ഉണ്ടാക്കിയ ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.